എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും ആരോഗ്യമുള്ള ഒരു ശരീരത്തെയും മനസ്സിനെയുമാണ് സ്വപ്നം കാണുന്നത്. നല്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണത്തിൽ നിന്നാണ് അത് ഉണ്ടാവുക. നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്ന്. ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. റൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ഇൻഫർമേഷൻ സെല്ലുകൾക്ക് കിട്ടും. നല്ല റിയൽ ഫുഡ് അല്ലാത്തത് കഴിക്കുമ്പോൾ, ബാഡ് ഫുഡ് കഴിക്കുമ്പോൾ, ചീത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ആ സെല്ലുകൾക്ക് ബാഡ് ഇൻഫർമേഷനാണ് കിട്ടുക. അതായത് റിയൽ ഫുഡും പ്ലാൻ ഫുഡും കഴിക്കുമ്പോൾ നല്ല ഇൻഫർമേഷനാണ് സെല്ലുകൾക്ക് കിട്ടുക. നേരെ മറിച്ച് ഡ്രൈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ബാഡ് ഇൻഫർമേഷനാണ് കിട്ടുക എന്നർത്ഥം. അതുതന്നെയാണ് ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നമ്മൾ വളരെ നല്ല ലൈഫ് സ്റ്റൈൽ, നല്ല ഡിസിപ്ലിൻ, നല്ല തോട്ട്സ്, ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് ലഭ്യമാക്കാം. റൈറ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ, നല്ല അറിവ്, അതുവഴി നമുക്ക് മേക്ക് ദ ഗുഡ് ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കുക, അതിലൂടെ ബേസിക് ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഹെൽത്തി പേഴ്സണായിട്ട് മാറും. നല്ല ആരോഗ്യകരമായ മനസ്സും ശരീരവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ആൻഡ് തോട്ട്സ് ആർ ദ മെഡിസിൻസ് ഓഫ് ഹെൽത്തി പീപ്പിൾ ഓർ ഹെൽത്ത് എന്നർത്ഥം. ഞാനിവിടെ പറയാൻ കാരണം, എൻ്റെ സർജറിക്ക് ശേഷം, ഹാർട്ട് സർജറിക്ക് ശേഷം ഞാൻ ഇതിനു മുമ്പ് സ്വീറ്റ് പൊട്ടാറ്റോയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ വീണ്ടും ഒരു വെജിറ്റബിളിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇതുപോലെ ഒരു ഡോക്ടറുടെ അഡ്വൈസിൽ നിന്ന് കിട്ടിയതാണ്. അത് നമുക്കറിയാം, വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടുന്ന, നമ്മുടെ ഡെയിലി നമ്മുടെ ഏത് വെജിറ്റബിൾ മാർക്കറ്റിലും കിട്ടുന്ന ബീറ്റ്റൂട്ടാണത്. ബീറ്റ്റൂട്ട് എല്ലാവർക്കും സുപരിചിതമാണെന്നറിയാം. ആ ബീറ്റ്റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതൊരു സൂപ്പർ ഫുഡാകാൻ എന്തുകൊണ്ടാണ് സാധിച്ചത് എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 8 കാര്യങ്ങളാണ് അദ്ദേഹം നിരത്തി വെച്ചത്. 1, നമ്മുടെ ശരീരത്തിൻ്റെ ഹൈ ബ്ലഡ് പ്രഷർ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ബീറ്റ്റൂട്ടിന് സാധിക്കും. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. നാച്ചുറലി ഉണ്ടാവാൻ ചിലവർക്ക്, അല്ലെങ്കിൽ മറ്റ് ഡിപ്രഷൻ, അതുപോലുള്ള ടെൻഷൻസ്, ഫാമിലി ടെൻഷൻസ് കൊണ്ടും ഹൈ പ്രഷർ ഉണ്ടാവാം. അത്തരത്തിലുള്ള ഹൈ പ്രഷർ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹാർട്ടിൻ്റെ ഏട്രിയത്തിന് തിക്നെസ് വരികയും അത് ശക്തമായ പമ്പിങ് ഉണ്ടാകുമ്പോൾ ഹൈ പ്രഷർ കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആട്രിയം, ഹാർട്ടിലെ ആട്രിയം എപ്പോഴും സോഫ്റ്റായിട്ട് ഇങ്ങനെ അത് സ്പന്ദിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് പ്രഷർ നോർമലിലാവുക, 120/80 ആവുക എന്നർത്ഥം. അതിലേക്ക് എത്താനായിട്ട് ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് നമ്മുടെ ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ബിഫോർ ലഞ്ച് ആൻഡ് ബിഫോർ ഡിന്നർ. അതെങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ, അത് സ്ലൈസാക്കി മുറിച്ച് 8-10 കഷ്ണങ്ങൾ ആക്കി കഴിക്കാം. അല്ലെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് സാലഡ് പോലെയാക്കി കഴിക്കാം. അതൊരു ശീലമാക്കിയെടുത്താൽ, ഡെയിലി ബേസിൽ ശീലമാക്കിയെടുത്താൽ ഹൈ പ്രഷർ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഹൈ പ്രഷർ എങ്ങനെയാണ് അത് കുറയ്ക്കുന്നത്? ബീറ്റ്റൂട്ടിൽ വളരെയധികം നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റ്സ് ശരീരത്തിലെത്തുമ്പോൾ അത് ഈസിലി നൈട്രിക് ഓക്സൈഡായിട്ട് മാറുകയും ആ നൈട്രിക് ഓക്സൈഡാണ് ഹാർട്ടിൻ്റെ ഏട്രിയത്തിനെ സോഫ്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ പ്രഷർ കുറയുകയും ചെയ്യും. നമ്പർ 2, ബീറ്റ്റൂട്ട് എന്നുള്ളത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സിനെയും, ആവശ്യമില്ലാത്ത ബാഡ് കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡ്സിനെയും കുറയ്ക്കാൻ സാധിക്കുന്നു. നല്ല കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡ്സിനെ ഉയർത്തുന്നു എന്നർത്ഥം. നമുക്കറിയാം, LDL കൊളസ്ട്രോൾ വളരെ ബാഡ് കൊളസ്ട്രോളാണ്. അത് വരുമ്പോൾ അത് ആ രക്തചംക്രമണം നടത്തുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ ചെറിയ
തരികൾ പോലെയുള്ള ഫാറ്റുകൾ ഉണ്ടാക്കും. അത് വലിയ ബ്ലോക്കേജിനൊക്കെ ഇടവരുത്തുകയും ചെയ്യും. അപ്പോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും നല്ല ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാക്കാനും അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഈ ബീറ്റ്റൂട്ടിന് സാധിക്കും. അങ്ങനെ നല്ലൊരു ഹാർട്ട് ഹെൽത്തിന് ഉണ്ടാക്കാനായിട്ട് ഈ ബീറ്റ്റൂട്ട് കൊണ്ട് സാധിക്കുമെന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം, ബാഡ് കൊളസ്ട്രോളിനെയും ബാഡ് ട്രൈഗ്ലിസറൈഡ്സിനെയും കുറച്ചുകൊണ്ട് ഹാർട്ടിനെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. തൽഫലമായി ഹാർട്ടിന്, ഹൃദയത്തിന് ബ്ലോക്കുകളില്ലാതെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. അടുത്തത് നമ്പർ 3 എന്ന് പറയുന്നത് ഹാർട്ട് ഹെൽത്താണ്. നമുക്കറിയാം, ഇത്തരത്തിൽ ബീറ്റ്റൂട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ഹൈ പ്രഷർ റെഡ്യൂസ് ചെയ്യുകയും ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും കുറയുകയും ചെയ്യുമ്പോൾ നല്ലൊരു ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിൻ്റെ ആരോഗ്യം ലഭിക്കുകയും ചെയ്യും. ആൻഡ് നമ്പർ 4 നമുക്കറിയാം, ആൻറ്റി ക്യാൻസറിനെ ചെറുക്കുക. നമുക്കറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്, ജീവിതശൈലി കൊണ്ടാണ് 85% ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ബീറ്റ്റൂട്ടിന് വളരെയധികം ശക്തിയുണ്ട്. ബീറ്റ്റൂട്ട് ബിഫോർ ലഞ്ചിനും ബിഫോർ ഡിന്നറിനും മുമ്പിൽ കഴിച്ചാൽ, വളരെ സ്ലൈസായിട്ടോ സാലഡായിട്ടോ കഴിച്ചാൽ, അതൊരു ശീലമാക്കിയാൽ ക്യാൻസർ വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. നമ്പർ 6 നമ്മൾ പറയുന്നത്, നമുക്കറിയാം, നല്ലൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇമ്മ്യൂണൈസ് ചെയ്യുന്ന നല്ല ശക്തിയുള്ള പ്രതിരോധശേഷിയുള്ള ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹന സിസ്റ്റങ്ങൾക്കെല്ലാം, ദഹനാവയവങ്ങൾക്കെല്ലാം വളരെ കരുത്ത് നൽകുന്ന ഒരു ഭക്ഷണമാണ്, ഒരു വെജിറ്റബിളാണ് ബീറ്റ്റൂട്ട്. അത് കഴിക്കുമ്പോൾ, നല്ല ഡൈജഷൻ എൻസൈംസുമായിട്ട് ചേരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ സിസ്റ്റം ഉണ്ടാവുകയും, നമുക്കറിയാം, തൊട്ടടുത്ത ദിവസം നമ്മൾ മോഷൻ ചെയ്യുമ്പോൾ ഒരു റെഡിഷ് കളർ കാണാൻ സാധിക്കും. തൽഫലമായിട്ട് നല്ലൊരു ദഹന സിസ്റ്റത്തിനെ പ്രൊവൈഡ് ചെയ്യാനും അതുവഴി ശരീരത്തെ സംരക്ഷിക്കുവാനും ഉള്ള കഴിവ് ബീറ്റ്റൂട്ടിന് വളരെയധികം ഉണ്ട് എന്നർത്ഥം. കൂടാതെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണമല്ല ഏത് സാധനം കഴിക്കുമ്പോഴും ആദ്യം എത്തുന്നത് കരളിലാണ്. ആ ലിവറിലേക്കൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ ഒരു ഫിൽട്ടറിങ് സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ ലിവർ. അരിച്ചു മാറ്റി ശുദ്ധീകരിച്ച് ആ ഭക്ഷണ സാധനത്തിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് കാണുന്ന ലിവർ സിറോസിസ്, കരൾ വീക്കം, അത് 3rd സ്റ്റേജ് 4th സ്റ്റേജ് ലിവർ ഫാറ്റ് തുടങ്ങിയ ശക്തമായ കരൾ രോഗത്തിനെ നിഷ്പ്രഭമില്ലാതാക്കുവാൻ ഈ ബീറ്റ്റൂട്ടിന് സാധിക്കും. ബീറ്റ്റൂട്ട് ഇതിലൂടെ ചേരുമ്പോൾ അതിലുണ്ടാകുന്ന ആ വിഷപദാർത്ഥങ്ങളെയെല്ലാം, അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെയൊക്കെ അത് വൈപ്പ് ഔട്ട് ചെയ്ത് കരളിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആ ശുദ്ധീകരിക്കുന്നതിൽ ബീറ്റ്റൂട്ടിന് പ്രഥമമായ സ്ഥാനമുണ്ട് എന്നർത്ഥം. അടുത്തത് പറയുന്നത്, നമുക്കറിയാം, നല്ല രീതിയിലുള്ള ബ്രെയിൻ ഹെൽത്ത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ധാരാളമുണ്ട്. ബേസിക് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കാരണമാണത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഡിമെൻഷ്യ, അൾഷമേഴ്സ്, അതുപോലെ ബ്രെയിൻ സ്ട്രോക്കുകളെല്ലാം സർവ്വസാധാരണമായി കാണാൻ സാധിക്കും. അതിന് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മൈക്രോ സർക്കുലേഷനുമായിട്ട് കറക്റ്റായിട്ട് പോകുന്നില്ല എന്നർത്ഥം. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം സെല്ലുകളിലേക്ക് എത്തുക. സെല്ലുകളുടെ ഉള്ളിൽ, കോശങ്ങളുടെ ഉള്ളിൽ വീണ്ടും രക്തം പരിക്രമം ചെയ്യണം. അതാണ് മൈക്രോ സർക്കുലേഷൻ. മൈക്രോ സർക്കുലേഷൻ കുറയുമ്പോഴാണ് ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ മൈക്രോ സർക്കുലേഷനെ ത്വരിതപ്പെടുത്താൻ, അതുവഴി മറവി രോഗത്തിനെയും ഡിമെൻഷ്യ പോലുള്ള അവസ്ഥയെയും ബ്രെയിൻ സ്ട്രോക്കിനെയും പരമാവധി കുറയ്ക്കാൻ നമ്മുടെ ബീറ്റ്റൂട്ടിന് സാധിക്കുന്നു എന്നർത്ഥം. അപ്പം നല്ലൊരു ബ്രെയിൻ ഹെൽത്ത് തരാനും ബീറ്റ്റൂട്ടിന് കഴിയും. കൂടാതെ നമ്പർ 8 നമുക്കറിയാം,
ഹൈ എമൗണ്ട് ഓഫ് വൈറ്റമിൻസിനും ഹൈ എമൗണ്ട് ഓഫ് എന്താ പറയുക മിനറൽസ്, ഹൈ എമൗണ്ട് ഓഫ് മിനറൽസും ഹൈ എമൗണ്ട് ഓഫ് വൈറ്റമിനും അതിലടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം മഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ, സെലേനിയം, അതുപോലെ തന്നെ B6 തുടങ്ങിയിട്ടുള്ള അയൺ തുടങ്ങിയിട്ടുള്ള പല മിനറൽസും പല എൻസൈംസും വൈറ്റമിൻസും അതിലടങ്ങിയിട്ടുണ്ട്. ഇത് ആകെ മൊത്തം നോക്കുമ്പോൾ ബീറ്റ്റൂട്ട് നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കാൻ ആരംഭിച്ചാൽ 30-40 വയസ്സുള്ളവർ മറവി രോഗം, അതുപോലെ ഡിമെൻഷ്യ, അതുപോലെയുള്ള സംഗതികൾ വരാതിരിക്കാൻ ഇത് ദൈനംദിന ഫുഡ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. അത് ബിഫോർ ലഞ്ചിനും ബിഫോർ ഡിന്നറിനും ആണ് കഴിക്കേണ്ടത്. അത് വേണമെങ്കിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്ത് ജ്യൂസാക്കി കഴിക്കാം. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കഴിച്ചാൽ വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ജ്യൂസ് സാധാരണ 2 കേസിന് കഴിക്കാറില്ല. കിഡ്നി പേഷ്യൻറ്റും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവരും ജ്യൂസ് ഒഴിവാക്കണം. മോഡറേറ്റായിട്ട് മിതമായിട്ട് ബീറ്റ്റൂട്ട് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്, ഡെയിലി ദൈനംദിനമായിട്ട് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഒരു സൂപ്പർ ഫുഡായിട്ട് പരിഗണിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ആൻഡ് ഫുഡ് ആൻഡ് തോട്ട്സ് ആർ ദ ബെസ്റ്റ് മെഡിസിൻസ്. അതുവഴി റൈറ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ, ശരിയായ അറിവും നമ്മൾ സമ്പാദിക്കുക, ശരിയായ അറിവിൽ നിന്ന് നമ്മൾ നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കുക, ഡെയിലി നമ്മൾ ആ ഹാബിറ്റിലൂടെ കടന്നു പോകുക. അത് ചെയ്തു കഴിഞ്ഞാൽ ബേസിക് ഡിസിപ്ലിൻ ദൈനംദിനമായിട്ട് കൊണ്ടു നടക്കേണ്ട ആ ആചാരക്രമങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഹെൽത്തി ബോഡി ആകാൻ സാധിക്കും. ആരോഗ്യമുള്ള ശരീരവും മനസ്സും നിങ്ങൾക്കും ലഭിക്കുവാൻ ഈ അറിവ് നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.